സാർ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് സൈനികരുടെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ വലിയ വിമർശനം നേരിട്ടുണ്ടല്ലോ. അത് എന്താണെന്ന് സാർ ഒന്ന് പറയാമോ? അത് അദ്ദേഹം റാഞ്ചിയിൽ വെച്ചുള്ള ഒരു സമ്മേളനത്തിൽ, ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രസംഗിക്കുമ്പോൾ അത് വളരെ അനുചിതമായി പോയി എന്നാണ് നമുക്ക് ഏറ്റവും നിസ്സാരമായി പറയാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉടനെ തന്നെ ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്ന് പറയുകയും ഇന്ന് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ സൈന്യത്തിൻ്റെ നടപടികളെ തന്നെ അഭിനന്ദിക്കുകയും അവരുടെ ധീരതയെയും അവരുടെ കാര്യക്ഷമതയും ഒക്കെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസ്സിന് പറ്റിയിട്ടുള്ളൊരു പിഴവാണ്. കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതിലൊന്നും ഒരു സംശയമില്ല. ഇപ്പോൾ ധ്രുവ് റാഠിയെ പോലെയുള്ള ആളുകൾ വളരെ സ്പെസിഫിക്കായ ചില സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതെല്ലാം ഉയർത്തേണ്ടത് ഇപ്പോഴാണോ, ഈ സമയത്താണോ എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആളുകൾ ഇത് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ, ഒരു പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷി പറഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും പറഞ്ഞാൽ, അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് ഒരു ആയുധം കൊടുക്കുന്നതിന് തുല്യമാണ്. പാകിസ്ഥാൻ അതൊരു ആയുധമാക്കിയും ഇൻ്റർനാഷണൽ ഫോറങ്ങളിലൊക്കെ തന്നെ കാണിക്കുകയും ഇത് കണ്ടോ ഞങ്ങളല്ല ഇതിന് മുന്നിൽ, ഈ ടെററിസ്റ്റുകളെ വളർത്തുന്നത് ഇന്ത്യയാണ് എന്നൊക്കെ പറയുന്ന ചില ഡിഫൻസുകളൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചെറിയ അബദ്ധം പോലും മല്ലികാർജുൻ ഖാർഗെ പോലെ ഒരാൾക്ക് പറ്റാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അപകടം തിരിച്ചറിഞ്ഞു, അദ്ദേഹം തിരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മല്ലികാർജുൻ ഖാർഗെക്ക് 84 വയസ്സുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇത്ര വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ സമയത്ത് ഇങ്ങനൊരു കാര്യം പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺഗ്രസിന് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാലോ, ഈ പറയുന്ന കോൺഗ്രസ് ഇതിനു മുമ്പ് ഉണ്ടായ ചില ആക്രമണങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സൈന്യത്തിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വാദങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊപ്പം നിന്നില്ല കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒക്കെ കോൺഗ്രസ് വലിയ തോതിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? ശിവലിക്കൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് ഇപ്പോൾ KPCC പ്രസിഡന്റ് ആകാൻ പോകുന്ന ആന്റോ ആൻ്റണി തന്നെ ഒരു നാക്കുപിഴ വന്ന് സംസാരിച്ചു പോയത് അത് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചു എന്നൊക്കെയുള്ള ലെവലിലുള്ള വിവാദങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ആന്റോ ആൻ്റണിക്കൊക്കെ പറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതുപോലെയല്ലല്ലോ മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് ഒരിക്കലും പറ്റാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് കോൺഗ്രസ് അതിവേഗം തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായ്പ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള, അത് ചരിത്രത്തിൽ ലോകത്ത് എവിടെ നമ്മൾ എടുത്തു നോക്കിയാലും നിങ്ങൾ അറിയേണ്ടത്, ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തെ ആളുകളെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഏതെങ്കിലും ശത്രു നമ്മളെ ആക്രമിക്കുകയോ ആ ശത്രു ആക്രമിക്കുമ്പോൾ നമ്മൾ രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മതമോ അല്ലെങ്കിൽ ജാതിയോ അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മകളോ ഒക്കെ തന്നെ പ്രചോദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ 10 ഇരട്ടി വേഗത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യസ്നേഹമാണ്. ആ രാജ്യസ്നേഹമാണ് യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ ഉപയോഗിച്ചിരുന്നത്. ആ രാജ്യസ്നേഹമാണ് യഥാർത്ഥത്തിൽ നിങ്ങളറിയേണ്ടത്, 2ാം ലോക ആയുധം നടക്കുമ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെയൊക്കെ റേഡിയോയിലൂടെയുള്ള പ്രഭാഷണം കേൾക്കാൻ ആളുകൾ കൂടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം തോറ്റുപോയിട്ടുണ്ട് അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ, പക്ഷെ അദ്ദേഹം കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ രാജ്യസ്നേഹം ഉണർത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനെതിരെ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശബ്ദിച്ചാൽ അത് ജനങ്ങൾ അതിന് ചെവി കൊടുക്കില്ല എന്ന് മാത്രമല്ല, അവർ അതിൽ വലിയ തോതിൽ അവർക്ക് തിരിച്ചടി കിട്ടും, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു കുഴപ്പങ്ങൾ അവർ ഭാവിയിൽ നേരിടേണ്ടി വരും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കോൺഗ്രസ്സിന് പലപ്പോഴും അതൊന്നും തിരിച്ചറിയാൻ നേരത്തെയും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഇത്തവണ കോൺഗ്രസ് അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞേക്കണം, ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെ നേരിടുമെന്നാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഉടനെ തന്നെ അമിത്ഷായുടെ രാജി നമുക്ക് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിൻ്റെ രാജി ആവശ്യപ്പെടാം, ഇത്തരത്തിൽ വേണമെങ്കിൽ നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെടാം. പക്ഷെ അതൊന്നും ചെയ്യേണ്ട ഒരു ഘട്ടമോ സമയമോ അല്ല ഇത്. കാരണം രാജ്യം ഏതാണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. ഇന്നത് പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം
കൊച്ചിയിലും തിരുവനന്തപുരത്തും അടക്കമുള്ള നിരവധി നഗരങ്ങളിൽ നമ്മളൊരു മോക്ക് ഡ്രിൽ നടത്തുകയാണ്. ആ മോക്ക് ഡ്രില്ല് 1971 ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സിറ്റുവേഷനുകൾക്കും ഒരു രാജ്യം പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയം മറന്ന് ജാതിമത വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും തന്നെ ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടായാൽ ജനം സഹിക്കില്ല. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഷിബിലി ചോദിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. സുരക്ഷാ വീഴ്ച ഉണ്ടായോ, ഇത് ആരാണ് അക്കൗണ്ടബിൾ, എന്താണ് പറ്റിയത് എന്നൊക്കെയുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏത് രാജ്യത്താണ് അതില്ലാത്തത്? ഇത്ര വലിയ സുരക്ഷയുള്ള അമേരിക്കയിൽ എത്ര പ്രസിഡന്റുമാരാണ് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്? 6ഓളം പ്രസിഡന്റുമാർ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ സുരക്ഷാ വീഴ്ച ഒന്നും ഉണ്ടായില്ല. ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാർ വെടിയേറ്റ് മരിച്ചില്ലേ? ഇത്ര വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്ന, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന, ആ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ തോതിൽ ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്ന ഇസ്രായേൽ എത്ര വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. മറ്റേ ഒരു 7th കയറിയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഹമാസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഒരു സ്ഥലത്തും ലോകത്തൊരിടത്തും ഒരു ഫുൾ പ്രൂഫായ സുരക്ഷ, അതീവ സുരക്ഷാകരമായ, ഒരിക്കലും പാളിച്ച പറ്റാത്ത ഒരു സുരക്ഷയൊന്നും ഒരുക്കാൻ ആർക്കും കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലി രാഷ്ട്രീയമായി എടുക്കുന്ന ചില അബദ്ധങ്ങളാണ്. പിന്നെ ഇതിൽ വളരെ ലൈറ്റായി കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലി സിമ്പിളായി പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. ഒരു സിനിമയിൽ ശ്രീനിവാസൻ മറ്റേ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോൾ ഇന്നസെൻ്റൊക്കെ വന്നിട്ട് കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഈ മാമുക്കോയനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനെ കൂട്ടിയാണോ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ രസകരമായൊരു സീനാണ്. അതായത് വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ പോളിടെക്നിക്കിൽ പഠിച്ചതാണ്, എനിക്ക് യന്ത്രങ്ങളെക്കുറിച്ച് അറിയാം, അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കണമെന്ന് മാമുക്കോയോട് പറയുകയും പിന്നെ വണ്ടി ചെന്നിടിക്കുകയും ഇദ്ദേഹം അപകടത്തിലാവുകയൊക്കെ ചെയ്യുന്നതാണ് രംഗം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്നസെൻ്റ് വന്നിട്ട് ചില കച്ചറ വർത്താനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നസെന്റിനെ വിളിച്ച് മാമുക്കോയ, അതായത് മാമുക്കോയ അപകടത്തിൽ പരിക്കേറ്റ് നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ അപ്പുറത്തെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നതുണ്ട്, ഒരൊറ്റ അടി കർണക്കുറ്റിക്കിട്ട് കൊടുത്തിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ഒരാൾ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ല ഇതുപോലെയുള്ള ചെറ്റവർത്താനം പറയേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഗാർഗേജിക്ക് പറയുന്നത് ഞാൻ ഇതുപോലെയാണെന്ന് പറയുന്നില്ല, ചെറിയൊരു അബദ്ധം പറ്റിയതായിരിക്കും, അത് അദ്ദേഹം തിരുത്തും, കോൺഗ്രസ് പാർട്ടിയുമൊക്കെ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഷിബിലിയൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് വരുന്ന ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും യഥാർത്ഥത്തിൽ മോദി ഇതൊക്കെ തന്നെ ഏർപ്പാട് ചെയ്തിട്ട് സൗദിക്ക് പോയതാണ്, അവിടെ നിന്ന് തിരിച്ചു വന്നതാണെന്നൊക്കെ പറയുന്നതുമായിട്ടുള്ള നിരവധി വെൽഫെയർ പാർട്ടിയുടെയും മൗദൂദി നടത്തുന്ന ചാനലുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മാമുക്കോയെ പറഞ്ഞ അതേ ഡയലോഗാണ്, ഈ സമയത്തല്ല ഈ ചെറ്റവർത്താനം പറയേണ്ടത്.